കാട്ടാനപ്പേടിയിലാണ് ഇടുക്കി കോഴിപ്പന്നക്കുടി. സർക്കാർ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി പ്രവർത്തനരഹിതമായതോടെ കുടിവെള്ളത്തിനായി 1 കിലോമീറ്ററോളം ദൂരമാണ് ഇവർക്ക് കാട്ടിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നത്. 25ഓളം ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ ദുരിതജീവിതം നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വാച്ചർ ശക്തിവേലിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കോഴിപ്പന്നക്കുടിയിലെ 20ഓളം കുടുംബങ്ങൾ നേരിടുന്നത് സമാനതകളില്ലാത്ത ദുരിതങ്ങളാണ്. ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ആനയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളെ കുടി കാത്തിരുന്ന ശക്തിവേലിനെ വാച്ചറിനെ കൊന്നു കളഞ്ഞു. ആ ആനയാണ് ഇപ്പൊ മേളിൽ വന്ന് നിൽക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കുറവാൻ വരാതെ പറ്റില്ല. ഡാം വെള്ളം കുടിക്കാൻ കഴിയില്ല. അതും ഇത്ര അകലെ കാടിനകത്താണ് താഴെ പോകണം. ശാന്തമ്പാറ പഞ്ചായത്തിലെ 2ാം വാർഡിലാണ് കോഴിപ്പന്നക്കുടി. 1 കിലോമീറ്ററോളം അകലെ നിന്നാണ് ആദിവാസി കുടുംബങ്ങൾ ശുദ്ധജലം കൊണ്ടുവരുന്നത്. ഈ വഴിയാവട്ടെ ഏത് സമയവും കാട്ടാനകൾ ഇറങ്ങാറുള്ള പ്രദേശമാണ്. കാട്ടാനയെ ഭയന്ന് വീട്ടമ്മമാർ കൂട്ടമായാണ് വെള്ളമെടുക്കാൻ പോകുന്നത്. വേനലായാൽ ഈ കുളത്തിലാണ് കാട്ടാനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളും വെള്ളം കുടിക്കാനെത്തുന്നത്. ഈ ആനയൊക്കെ നിൽക്കുന്ന സ്ഥലം ഈ ഒച്ച വെച്ച് പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വെള്ളം ഒരു കുടം എടുത്തു പോകണമെങ്കിലും ആ പടക്കമൊക്കെ പൊട്ടിച്ചാണ് ഞങ്ങൾ ഒരു കുടം വെള്ളം കുടിയിലെത്തിക്കുന്നത്. വെള്ളമെടുക്കാൻ പോകുന്നവരെ കാട്ടാന തുരുത്തിയ സംഭവങ്ങളുമുണ്ട്. കേന്ദ്ര സംസ്ഥാന പദ്ധതി പ്രകാരം 2014-15 സാമ്പത്തിക വർഷം 9 ലക്ഷം മുതൽ മുടക്കി നിർമ്മിച്ചതെന്ന് പറയുന്ന കുടിവെള്ള പദ്ധതി ഇന്ന് നോക്കുകുത്തിയാണ്. അവഗണനയുടെ അടയാളമായി ഇവിടെ ഇപ്പോഴുമുണ്ട് വീടുകൾക്ക് സമീപം കാലഹരണപ്പെട്ട പൈപ്പുകൾ. കുടിക്കുവാനും കുളിക്കുവാനും ശുദ്ധജലമില്ലാതെ കാട്ടാനകളെ ഭയന്ന് പുറത്തിറങ്ങാനാവാതെ ഒരു പറ്റം ജീവിതങ്ങൾ ഇവിടെയുണ്ട്. അധികാരികൾ കണ്ണു തുറക്കണം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.